ഹായ് ഓൾ, ഞാൻ ആൻവി. ഇന്ന് 2 വിൻറ്റേജ് ടേബിൾ ഡെക്കോർസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു വിൻറ്റേജ് ടേബിൾ ഫ്ലവർ ഹോൾഡർ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വുഡ് പീസ് എടുത്തിട്ടുണ്ട്. വീട്ടിലെ കിച്ചണിലേക്ക് ആവശ്യമായ വിറക് കൊണ്ടുവന്നപ്പം അതിലുണ്ടായിരുന്ന ഒരു വുഡ് പീസാണിത്. ഒരു ക്ലോത്തിലോ അല്ലെങ്കിൽ ബ്രഷിലോ കോക്കനട്ട് ഓയിലാക്കിയിട്ട് നമുക്ക് ഈ വുഡ് പീസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ വുഡിൻ്റെ കളറൊന്ന് എടുത്ത് കാണിക്കും, നല്ലൊരു ഷൈനിങ്ങും കിട്ടും. ഇപ്പോൾ വുഡ് പീസ് ഫുള്ളായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ടൈനി ബോട്ടിൽസ് ആണ്. ഞാനപ്പോൾ ഇൻസുലിൻ ബോട്ടിൽസ് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിൽസിൻ്റെ എല്ലാം ടോപ്പ് പോർഷനിൽ മാത്രം ജൂട്ട് വൈൻ വെച്ചൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിൽസിൻ്റെ മൗത്ത് പോർഷൻ ചെറുതായിരുന്നത് കൊണ്ട് ജൂട്ട് വൈൻ ചുറ്റിയെടുക്കൽ ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഇതുപോലെ ടൈനി ബോട്ടിൽസ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ വുഡ് പീസിൽ പ്ലേസ് ആവുന്ന എന്ത് ബോട്ടിൽസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ടൈനി ബോട്ടിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. 3 എണ്ണം പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വുഡ് പീസിലുണ്ട്. ബോട്ടിൽസിലെല്ലാം ജൂട്ട് വൈൻ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വുഡ് പീസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഗ്ലൂ ഗൺ പണി മുടക്കി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഈ രീതിയിൽ ബേൺ ചെയ്തിട്ടാണ് ഈ ബോട്ടിൽസ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ബോട്ടിൽസ് എല്ലാം വുഡ് പീസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജൂട്ട് വൈൻ വെച്ച് തന്നെ 3 ബോസ് കൂടി ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബോട്ടിലിൽ. അപ്പോൾ ബോസും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഞാനിപ്പോൾ ടേബിൾ ഡെക്കോർ ആയിട്ടാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിളിൻ്റെ ഒരു കോർണറിലേക്ക് ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഡ്രൈഡ് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്.
അങ്ങനെ ആദ്യത്തെ വിൻറ്റേജ് ടേബിൾ ഡെക്കോറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിൻറ്റേജ് ടേബിൾ ഡെക്കോർ ഐഡിയാസിൽ നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു വിൻറ്റേജ് പെൻ ഹോൾഡറാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഈ ബോട്ടിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് വൈറ്റ് പെയിൻറ് വെച്ച് കളർ ചെയ്തെടുക്കാം. അപ്പോൾ അക്രൈലിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. വൈറ്റ് പെയിൻറ് ഉപയോഗിക്കാൻ കാരണം നമുക്ക് ആ വിൻറ്റേജ് എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് പെയിൻറ് അടിച്ചെടുത്ത ശേഷം കാണാം. അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പ് പോർഷനിലും അതുപോലെ ബോട്ടം പോർഷനിലും ജൂട്ട് വൈൻ വെച്ചിട്ട് 2-3 റൗണ്ട്സ് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു വിൻറ്റേജ് ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ജൂട്ട് വൈൻ വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ജൂട്ട് വൈൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ലൈറ്റർ വെച്ചിട്ടൊന്ന് കരിച്ച് കളയുന്നുണ്ട്. ഇനി ജൂട്ട് വൈൻ വെച്ച് തന്നെ ഒരു ബോ പോലെ കെട്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് ആ ബോൻ്റെ നടുക്കായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻറ്റേജ് പെൻ ഹോൾഡറിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതിൽ പെൻസിൽസും പെൻസും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഈ 2 വിൻറ്റേജ് ടേബിൾ ഡെക്കോർ ഐഡിയാസാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.